അതിലുള്ള ആളുകളിലേക്ക് ഞാൻ കേന്ദ്ര ക്ലബിനോട് വിളിക്കാൻ പറഞ്ഞ യോഗമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് UDFിൻ്റെ ഇലക്ഷൻ വിജയത്തിൻ്റെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാണ്. വേറെ വർത്തമാനങ്ങളൊന്നും നമുക്കില്ല. ആ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയുമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ അവിടെ LDF UDF മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഭാരവാഹികൾ, ചുമതലയുള്ളവർ, MLA എല്ലാവരുടെ യോഗം ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ്. വേറെ ഒരു അജണ്ടയില്ല. ഈ സ്ട്രാറ്റജിയിൽ അൻവറിനെയും കൂടി പരിഗണിച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയമായിട്ട് നടക്കാം. ഞങ്ങൾക്ക് ആ വിഷയം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾക്ക് ഇനി ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഓക്കെ ആവൂലേ? അപ്പോൾ ഈ രാജിയെ തുടർന്ന് MLAയുടെ രാജിയെ തുടർന്ന് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റം വേണം. മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇനി UDF ജയിക്കണം. ഉപതെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും UDF ജയിക്കണം. അല്ലെങ്കിൽ എവിടുന്ന മാറ്റം? നിലവിലുള്ള സ്ഥിതിയിൽ ജനങ്ങൾ സംതൃപ്തമാണ് എന്നുണ്ടെങ്കിൽ തുടരാം. പക്ഷേ സംതൃപ്തമല്ലല്ലോ. പൊട്ടിപ്പൊളിഞ്ഞ റോഡും മലയോര മേഖലയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ മനുഷ്യനെ പുലി പിടിച്ച് തിന്നലും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു വികസനവുമില്ല, സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇല്ല, ഒന്നുമില്ല. ആ സ്ഥിതിക്ക് ഒരു മാറ്റം വരാനാണല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നത്. അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾക്ക് ആ സന്ദേശം കിട്ടിയിട്ടുണ്ട്, മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് LDF UDF മത്സരമാണ്. അതേ ജനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. അതിൽ UDFന് നല്ല ഹൈപ്പുണ്ട്, ജയിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. ഞാൻ LDF UDF മത്സരത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാത്ത പല മത്സരങ്ങളും ഇവിടെ ഉണ്ട്, സ്ഥാനാർത്ഥികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. സീരിയസ് ആയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലാണ്. അല്ലാത്ത മത്സരാർത്ഥികളൊന്നും പ്രശ്നമാവില്ല എന്നാണോ? ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? അല്ലാത്ത മത്സരങ്ങൾക്ക് വേറെ ലക്ഷ്യം ഉണ്ടാവില്ല. കാരണം പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എതിരാളി. ഞാനൊരു കാര്യം പറയാം. ആ വക കാര്യങ്ങളൊന്നും പറയണ്ട. ഞങ്ങൾ തീരുമാനിച്ച ചോദിച്ചുകൊണ്ടിരിക്കണ്ട, വെറുതെയാണ്.